ശരി, ഇനി എന്തായാലും മറ്റു കൂടിക്കാഴ്ചകളോ ആരോടെങ്കിലും അഭിപ്രായം തേടലോ ഒന്നും ഉണ്ടാകില്ല. ഇത് പ്രത്യേകിച്ച് കൂടിക്കാഴ്ചകളോ അഭിപ്രായ പ്രകടനമോ തേടലോ ഒന്നും ഉണ്ടാവില്ല. ഇനിയൊരു പ്രഖ്യാപനം തന്നെയാണ് മുന്നിലുള്ളത്. പക്ഷേ ആ പ്രഖ്യാപനത്തിന് മുൻപ് ഒരു മുറിവുണക്കൽ രീതിയുണ്ട്. കാരണം ഒരാൾക്ക് നേട്ടവും ബാക്കിയുള്ളവർക്ക് അതിലൊരു നഷ്ടവും ഉണ്ടായി എന്ന് കരുതാൻ പാടില്ല. കാര്യം ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ഈ 3 പേർക്കും തുല്യ പ്രാധാന്യം തന്നെയാണ് ഉള്ളത്. കാരണം ഇദ്ദേഹമാണെങ്കിൽ കെ സി വേണുഗോപാലാണെങ്കിൽ കൃത്യമായി തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കുകയും അദ്ദേഹത്തിന് ഒരു ഫണ്ട് ഒഴുക്ക് വളരെ കൃത്യമായി നടപ്പാക്കുകയും ചെയ്തത് കെ സി വേണുഗോപാലാണ്. മാത്രമല്ല ഇതിനു മുമ്പ് കോൺഗ്രസ് പരാജയപ്പെട്ട സമയത്ത് അതിൻ്റെ ഒരു തെളിവെടുപ്പ് കഴിഞ്ഞപ്പോൾ ഒരു പഠനം നടത്തി കഴിഞ്ഞപ്പോൾ ചില സ്ഥാനാർത്ഥികൾ UDF സ്ഥാനാർത്ഥികൾ തോറ്റ സ്ഥാനാർത്ഥികൾ അത് നിസ്സാര വോട്ടിന് മാത്രം തോറ്റ സ്ഥാനാർത്ഥികൾ പറയാറുണ്ടായിരുന്നു അവർക്കൊരു 10 ലക്ഷം രൂപ കൂടി അധികം ഉണ്ടായിരുന്നെങ്കിൽ അവർ ആ തെരഞ്ഞെടുപ്പ് ജയിക്കുമായിരുന്നു, കുറച്ചുകൂടി ആളുകളെ ഇറക്കാമായിരുന്നു, കുറച്ചുകൂടി പോസ്റ്ററുകൾ അവർക്ക് അടിക്കാമായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ പറയാറുണ്ട്. പക്ഷേ ഇവിടെ കെ സി വേണുഗോപാൽ ഒരു വൻമരം പോലെ നിൽക്കുകയും അതിൻ്റെ തണലിലാണ് ബാക്കി എല്ലാ സ്ഥാനാർത്ഥികളും ഉണ്ടായിരുന്നത്. സ്വാഭാവികമായും പണമൊഴുക്കിന് യാതൊരു പ്രശ്നമുണ്ടായില്ല. അതിൻ്റെ തെരഞ്ഞെടുപ്പ് എണ്ണയിട്ട യന്ത്രം പോലെയായിരുന്നു പ്രവർത്തിച്ചത്. അതേസമയം വി ഡി സതീശനിലേക്ക് വന്നു കഴിയുമ്പോൾ വി ഡി സതീശൻ വളരെ ശക്തമായ ഒരു കണിശക്കാരനായ ഒരു കൃത്യമായ ഒരു ഇലക്ഷൻ മാനേജ്മെൻറ്റ് നടത്തിയ വിദഗ്ധൻ കൂടിയാണ്. ഇന്ത്യയിലെ തന്നെ കോൺഗ്രസിൻ്റെ ഇലക്ഷൻ മാനേജ്മെൻറ്റിൽ വൈഭവമുള്ളവരിൽ ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവ് തന്നെയാണ് വി ഡി സതീശൻ. ഇനി രമേശ് ചെന്നിത്തലയിലേക്ക് വരികയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ അദ്ദേഹം തന്നെയായിരുന്നു. മുൻ പ്രതിപക്ഷ നേതാവ് എന്ന പദവി മാത്രമല്ല അദ്ദേഹത്തിനുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണങ്ങളുടെ ചുക്കാൻ പിടിക്കുന്ന താരപ്രചാരകർ വരുമ്പോൾ അവരൊക്കെ ഏതൊക്കെ മണ്ഡലത്തിൽ പ്രചരണം നടത്തണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം സ്വീകരിക്കുന്നത് അതിനുള്ള നടപടി എടുക്കുന്നതുമെല്ലാം രമേശ് ചെന്നിത്തലയായിരുന്നു. അവർക്ക് തുല്യമായ പ്രാധാന്യം തന്നെയാണ്. വരാം. സുനിൽ ഐസ് കൂടി ചേരുകയാണ് തിരുവനന്തപുരത്തുനിന്ന്. സുനിൽ, ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാകും. ചർച്ച കഴിഞ്ഞതോടുകൂടി ഏത് നിമിഷവും അതുണ്ടായേക്കാം, തീരുമാനം അറിയാം എന്നായിരുന്നു കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ അണികൾ കരുതിയത്. പക്ഷേ ഇന്നുണ്ടാകില്ല, അത് നാളെ ഉണ്ടാകൂ എന്ന ഒരു വിവരം വരികയാണ്. അത് വലിയ നിരാശ നൽകുകയാണോ കോൺഗ്രസ് ക്യാമ്പുകൾക്ക്? ഒരുപക്ഷെ നേരത്തെ ധനസുമോദ് പറഞ്ഞതുപോലെ അതിലൊരു ചെറിയ കാര്യം, അതിൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് ആരെയാണോ തിരഞ്ഞെടുത്തത്, ഇപ്പോൾ വി ഡി സതീശൻ്റെ പേരാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇപ്പോൾ ഒരു ഫൈനൽ ആ പേര് എന്ന തരത്തിലേക്ക് ഉയർന്നു വരുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലിനെയും അവരുമായി സംസാരിക്കേണ്ടതുണ്ട്, അവരെ അത് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയതെന്ന് അവരെ കൂടി ബോധ്യപ്പെടുത്തിയ ശേഷം മാത്രമായിരിക്കും ഔദ്യോഗിക പ്രഖ്യാപനം. അതുകൊണ്ടായിരിക്കാം ഇത് ലേറ്റ് ആവാൻ ഉള്ള കാരണമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അവരെ കൂടി ഏറ്റവും മുതിർന്ന 2 നേതാക്കളാണ് അവർ. വി ഡി സതീശനെ വെച്ച് നോക്കുമ്പോൾ കെ സി ആയാലും രമേശ് ചെന്നിത്തല ആയാലും ഒക്കെ കോൺഗ്രസ് പാർട്ടിയിലെ ഏറ്റവും സീനിയറായ നേതാവൊക്കെ, കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിലെ ഏറ്റവും മുതിർന്ന നേതാവ് ആയ രമേശ് ചെന്നിത്തല അടക്കമുള്ളവർക്ക് അവർക്ക് പെട്ടെന്നൊരു പെയിൻ ഉണ്ടാകാത്ത തരത്തിൽ അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരെ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ആ ഒരു പ്രഖ്യാപനത്തിലേക്ക് പോകാമെന്നൊരു തീരുമാനത്തിലേക്ക് ആവാം ഒരുപക്ഷെ ഹൈക്കമാൻഡ് എത്തിയിരിക്കുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. മാത്രമല്ല ഈ പല നേതാക്കളുടെയും വീടുകളുടെയൊക്കെ മുമ്പിലായിട്ട് ഇങ്ങനെ അണികളൊക്കെ തമ്പടിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു നേതാവിന് അനുകൂലമായ ഒരു പ്രതികരണമാണ് ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നെങ്കിൽ ചിലപ്പോൾ പൊടുന്നനെ ഒരു പൊട്ടിത്തെറിയോ വൈകാരികമായ ഒരു ഇടപെടലോ ഒക്കെ അണികളുടെ ഭാഗത്തു നിന്നുണ്ടാകാനുള്ള സാധ്യതയും പൂർണ്ണമായി തള്ളിക്കളയാനാവില്ല. അങ്ങനെ എല്ലാ തരത്തിലും എല്ലാ അർത്ഥത്തിലും എല്ലാവരെയും കൂടി ബോധ്യപ്പെടുത്തി എല്ലാവരെയും കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഒരു പ്രഖ്യാപനത്തിലേക്ക് പോകാം എന്ന തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്നാണ് കരുതുന്നത്. ഏതായാലും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ദീപാദാസ് മുൻഷി 6:50 തിരുവനന്തപുരത്ത് എത്തുമെന്നൊക്കെ അറിയിച്ചിരുന്നു. പക്ഷേ അവർ അവസാന നിമിഷം യാത്ര ക്യാൻസൽ ചെയ്യുകയാണ് ചെയ്തത്. ടിക്കറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം യാത്ര ക്യാൻസൽ ചെയ്തു എന്നാണ് വിവരം ലഭിക്കുന്നത്. അങ്ങനെ ദീപാദാസ് മുൻഷിയുടെ യാത്ര വേണ്ടെന്ന് വെക്കുന്നു. തൽക്കാലത്തേക്ക് മറ്റ് ഔദ്യോഗിക പ്രഖ്യാപനം ഇപ്പോൾ നീട്ടിവെക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ സാധാരണ പോലെ അർദ്ധരാത്രി വരെ നീളാനുള്ള സാധ്യത, അർദ്ധരാത്രി പ്രഖ്യാപിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ ആയിരിക്കും ഈ പ്രഖ്യാപനം ഉണ്ടാവുക. നാളെ രാവിലെയോടുകൂടി പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും കൂടി തിരുവനന്തപുരത്തേക്ക് എത്തി സംയുക്തമായി പ്രഖ്യാപിക്കാനുള്ള ഒരു സാധ്യതയും കൂടി നമ്മൾ തള്ളിക്കളയേണ്ടതില്ല. കാരണം നേരത്തെയും ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഈ ചരിത്രം പരിശോധിച്ചാൽ കാണാം, എപ്പോഴും ഈ വിവാദങ്ങളിൽ 2 ധ്രുവങ്ങളിൽ നിന്നിട്ടുള്ള ആളുകളെ എപ്പോഴും ഒന്നിപ്പിച്ച് നിർത്തുന്ന തരത്തിലേക്ക് ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് സാധാരണയാണ്. നേരത്തെ വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവാക്കാനുള്ള ഒരു തീരുമാനമുണ്ടാകുമ്പോൾ വി ഡി സതീശൻ്റെ പേര് അന്ന് പിന്താങ്ങിയത് രമേശ് ചെന്നിത്തലയാണ്. അതിനു മുമ്പും സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
ഉമ്മൻചാണ്ടിയുടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉമ്മൻചാണ്ടിയുടെ ആ പേര് അന്ന് ആ പ്രതിപക്ഷ നിരയിൽ അദ്ദേഹത്തിന്റെ എതിർപക്ഷത്തുണ്ടായിരുന്ന ആൾ പിന്താങ്ങിയ ചരിത്രമുണ്ട്. അത്തരത്തിൽ CPM LDF-ലായാലും കോൺഗ്രസിലായാലും ഒക്കെ അത്തരം ഒരു രീതി പുലർത്തി പോരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ 3 നേതാക്കളെയും കൂടി ഒന്നിച്ചിരുത്തിക്കൊണ്ട് തിരുവനന്തപുരത്തോ മറ്റോ ഒരു വാർത്താ സമ്മേളനം നടത്തിക്കാനുള്ള ഒരു തീരുമാനം, അത്തരം നീക്കങ്ങളെയൊക്കെ നമുക്ക് പൂർണ്ണമായും തള്ളിക്കളയാനാവില്ല. എന്തായാലും VD മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ മറ്റ് ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് അതിലൊന്ന് ഞാൻ പറയാൻ വിട്ടുപോയത് ഈ മന്ത്രി പദവി വീതം വെക്കുന്നത് സംബന്ധിച്ചായിരിക്കും. കാരണം വകുപ്പുകൾ, മന്ത്രി പദവി, ഇത്തരം കാര്യങ്ങളിൽ കൂടി ധാരണയാക്കിയതിനു ശേഷം മാത്രമായിരിക്കും ഒരുപക്ഷെ പരസ്യ പ്രഖ്യാപനം ഉണ്ടാവുക. അത് VD സതീശനെ അനുകൂലിക്കുന്ന ആളുകൾക്ക് അദ്ദേഹം KC വേണുഗോപാലിനെ അനുകൂലിക്കുന്ന ആളുകൾക്ക് അദ്ദേഹം ആവശ്യപ്പെടുന്ന തരത്തിലുള്ള വകുപ്പുകൾ, അത്തരം നിബന്ധനകൾ സ്വാഭാവികമായും